ഞാനിപ്പോൾ ദാസേട്ടനെ കണ്ടിട്ട് ഒരുപാട് കാലമായി. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ദാസേട്ടനെ അപ്പോൾ എനിക്ക് ഒരുപാട് വിശേഷങ്ങളല്ലാതെ തന്നെ ചോദിച്ചറിയാനുണ്ട്. ഞാൻ എപ്പോഴും ദാസേട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു കരിയറിലേക്ക് ദാസേട്ടൻ എൻട്രി ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഗായകൻ എന്ന നിലയിലേക്ക് ഈ മേഖലയിലേക്ക് പാട്ട് പാടിക്കൊണ്ട് തുടങ്ങുന്നു. അന്ന് ദാസേട്ടൻ പടവുകൾ ചവിട്ടിക്കയറി തുടങ്ങിയതാണ്. പിന്നെ ദാസേട്ടൻ ഒരിക്കലും ഒരു കരിയറിൽ ഒരിക്കലും ഒരു ഗ്രാഫ് ദാസേട്ടന് താഴ്ന്നിട്ടില്ല. അതിങ്ങനെ അവിടെ ഒരു ചെറിയൊരു തിരുത്തലുണ്ട്. ഞാൻ ചവിട്ടി കയറിയതല്ല, എന്നെ ചവിട്ടാൻ അനുവദിച്ച ദൈവമാണ്. അതെ അതെ, അങ്ങനെ ദാസേട്ടൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു കാരണം ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ ദാസേട്ടൻ പറഞ്ഞ പോലെ ദൈവം അനുഗ്രഹിച്ചതാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാഗ്യമാണ് എന്ന് പറയാം എന്നായിരിക്കും അതിൻ്റെ ഉത്തരവും. പക്ഷേ അത് സംശയിക്കുക വേണ്ട. ഇല്ല, ഞാൻ ആ ഒരു സംശയമല്ല ചോദിക്കുന്നത്. പക്ഷെ എന്നാലും ദാസേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ നമ്മളിപ്പോൾ പറയും നമ്മൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും എൻ്റെ അനുഭവങ്ങളും എൻ്റെ ഇതും വെച്ച് നോക്കുമ്പോൾ ഈ ശ്രമിക്കാനുള്ള ബോധം കൂടി അവനാണ് തരുന്നത്. അവന് നമുക്കറിയാത്തൊരു വലിയ രഹസ്യം പുറകിൽ കിടപ്പുണ്ട്. കാരണം ആരെന്താകണം, എങ്ങനെ ഇരിക്കണം എന്നുള്ളത്. കാരണം ജൂഡാസിനോട് ക്രൈസ്റ്റ് പറഞ്ഞത് തന്നെ, ഇപ്പോൾ നമ്മൾ ക്രിസ്മസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇത്രയും വലിയ ശിഷ്യന്മാരിലൊരു നല്ലൊരു വളരെ ധനികനായിരുന്നു. അങ്ങനെ ഒരു 10 വെള്ളിക്ക് വേണ്ടി അദ്ദേഹം ഒന്നും അത് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് നമുക്ക് തോന്നിപ്പോവും. അപ്പോഴിത് ചെയ്യേണ്ട ആൾ അങ്ങേരാണ്, അല്ലെങ്കിൽ ഈ ഒരു കർമ്മം നടക്കില്ല. അപ്പോൾ ആ ഒരു ദുർപ്രവൃത്തി ചെയ്യാൻ ഒരാളെ ജനിപ്പിച്ചിട്ടുണ്ടാവും ഇവിടെ ദൈവത്തെ. അതുകൊണ്ട് അവിടെ വേറൊരു ഭാഗം കൂടി പറയാം. അർജുനനോട് കൃഷ്ണനും അത് തന്നെ പറഞ്ഞത്, അർജുന നീ ഇതൊന്നും വരളണ്ട, ദുര്യോധനനും ഞാൻ തന്നെയാണ്, അർജുനനും ഞാൻ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയേണ്ടതെന്ന് വെച്ചാൽ എല്ലാ സർവ്വവും ആ ബ്രഹ്മമയമാണത്. അതിനകത്ത് നല്ലതും ചീത്തയൊക്കെ അദ്ദേഹം തന്നെയാണ്. പിന്നെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം, അവരെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചാണ്. ആ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അവർ തന്ന പാഠങ്ങൾ അത് ശരിക്കും ഗ്രഹിച്ച് അതെങ്ങനെ അതിന് പ്രാക്ടീസ് ചെയ്യാൻ, നമുക്ക് വരാത്ത കാര്യങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുക, അത് തോന്നണ്ടേ നമുക്ക്. അത് തോന്നിച്ചതും അവൻ തന്നെയാണ്. ഇതെന്ത് പറഞ്ഞു വന്നാലും അവിടെ പോയി നിൽക്കും, അതാണൊരു പ്രശ്നം. പിന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിന് വിളിക്കാൻ ഒക്കില്ല, പറ്റില്ല. എന്താണ് ദാസേട്ടാ ഈ ഒരു പാട്ട് പാടാൻ എന്നുള്ളൊരു മോഹം ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ട് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും പാടുന്നത് കാണുമ്പോഴൊക്കെ ആയിരിക്കുമല്ലോ നമുക്ക് അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ? തീർച്ചയായിട്ടും എൻ്റെ അപ്പച്ചൻ, അതായത് എൻ്റെ അപ്പച്ചൻ ആണ് ഇതിൻ്റെ കാരണക്കാരൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു നല്ല സംഗീതജ്ഞനായിരുന്നു. പഠിച്ചിട്ടല്ല, അത് പറയാണ്ടിരിക്കാൻ വയ്യ, കാരണം കേൾവി കൊണ്ട് പഠിച്ചതാണ് അദ്ദേഹം. കുറച്ചൊക്കെ എന്തൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ കൊച്ചിലേ മുതൽ കൊണ്ട് എനിക്ക് എൻ്റെ ജന്മത്തിൽ ജനിച്ചത് ആ കുടുംബത്തിൽ പോയി ജനിക്കാൻ തന്നെ ഒരു കാരണം ഉണ്ടാവും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു. പഠിപ്പിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ ഒന്നും ഒരാവശ്യമില്ലായിരുന്നു. നീ പാട്ട് പഠിക്കണം. അതുപോലെ ഞങ്ങൾ 5 പേരാണ്. അതിൽ 4 പേർക്കും പാടാനൊക്കെ നല്ല ഇതൊക്കെ ഉണ്ട്. പക്ഷേ അച്ഛൻ അവരോടൊന്നും പറഞ്ഞു അതൊന്നും വേണ്ട, ഇയാൾ മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയും ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചല്ലോ എന്നുള്ളതല്ല, അങ്ങനെ ഒരു അച്ഛൻ, അതായത് ആരെന്ത് ചെയ്യണമെന്ന് അറിയാനുള്ള ബോധമുള്ള ഒരു അച്ഛനെ കിട്ടി. പിന്നെ ഒന്ന് കുടുംബത്തിൽ സംഗീതം, ഞങ്ങളുടെയൊക്കെ ആ കാലത്തൊക്കെ ക്രിസ്ത്യാനികൾ പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒരു വലിയ പ്രശ്നമായിരുന്നു. എന്താ ഭാവരം എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ആ ഭാവരം എന്താ ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇനി എങ്ങനെ ജീവിക്കുക, പഠിപ്പിക്കണ്ട ഒന്നും മറുപടി പറയില്ല. അപ്പോഴൊക്കെ അദ്ദേഹം എന്തോ കണ്ടിരുന്നു എന്നുള്ളതായിരിക്കണം ഇപ്പോഴത്തെ അനുഭവം കൊണ്ട് എനിക്ക് തോന്നുന്നത്. ഏത് പാട്ടായിരിക്കും ദാസേട്ടൻ ആദ്യം കേട്ടിട്ടുണ്ടാവുക, അങ്ങനെ ഓർക്കാൻ പറ്റുന്നുണ്ട് ഏതെങ്കിലും ഒരു പാട്ട്? എനിക്ക് നല്ല ഓർമ്മയുണ്ട് പങ്കജ് മല്ലിക്കിൻ്റെ. അദ്ദേഹത്തിന് എനിക്ക് കാണാനൊത്ത വലിയൊരു ദുഃഖം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഫോട്ടോ എടുപ്പിച്ചു. എനിക്ക് ഫസ്റ്റ് അവാർഡ് കിട്ടുമ്പോൾ പങ്കജ് മല്ലിക്കിനെ കാണാനിടയായി. അവിടെ ഒരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കിട്ടിയിട്ടുമില്ല, ഒരിടത്ത് അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ല. ഫോട്ടോ അതൊരു മനസ്സിലുണ്ട്. ചലേ പവൻ കി ജോ ജഗ് മേ ചൊല്ലേ പവൻ കി ജോ എന്ന് പറയുന്ന ആ പാട്ടാണ് ആദ്യം കേട്ടത്. അത് അന്ന് ഏതാണ്ട് എത്ര വയസ്സുണ്ടാകുന്നത്? എനിക്ക് 2-3 വയസ്സേ ഉള്ളൂ. ഞാൻ ഏതോ ബുക്കിൽ വായിച്ചാണ് 1947 ഓഗസ്റ്റ് 15 ദാസേട്ടനൊരു മൈക്കിൻ്റെ മുമ്പിൽ വന്ന് പാടുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്നാണ്, കൊച്ചിയിൽ TDM ഹാളിൽ വെച്ചിട്ട്. അതിന് വലിയൊരു സാക്ഷി അഭയദേവ് സാറിൻ്റെ എല്ലാ വരികൾ. പക്ഷേ എനിക്ക് തോന്നുന്നത് ദക്ഷിണാമൃത സ്വാമിയുടെ ട്യൂണാണത് എന്ന് എനിക്ക് തോന്നുന്നു. അച്ഛൻ എനിക്ക് പറഞ്ഞതെന്നാണ്. വന്ദേ മാതരം, അതിൻ്റെ ആ അമയ്പ്പൊക്കെ കേട്ടിട്ട് എനിക്കിപ്പോഴും എനിക്ക് എൻ്റെ സ്വാമിയുടെ ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. ആയിരിക്കാം, സ്വാമിയോട് ചിലപ്പോൾ ചോദിച്ചാൽ നമുക്ക് അറിയാനൊക്കും. വന്ദേ മാതരം വാഴ്ത്തിയ മുനിയേ
പാരിൽ വൻ പുകൾ കൊണ്ട ഇതൊക്കെ കേൾക്കുമ്പോൾ ആ പോക്കാണ്. കൊണ്ട കൃപാനിധിയെ വന്ദേ മാതരം വാഴ്ത്തിയ മുനിയേ. അത് ആ പാട്ട് പാടിയിട്ടാണ് എനിക്കൊരു കപ്പ് കിട്ടിയത്. പിന്നീട് ദാസേട്ടന് SSLC കഴിഞ്ഞ് നമ്മൾ തൃപ്പൂണിത്തുറ സംഗീത കോളേജിൽ പഠിക്കുന്നു. അവിടുന്ന് പിന്നെ തിരുവനന്തപുരത്ത് വരുന്ന സംഗീതം പഠിക്കുന്നു അല്ലേ? അതെ. പിന്നീടാണ് അതായത് തൃപ്പൂണിത്തുറ പഠിക്കാൻ പോകുമ്പോഴേക്കും ഞാൻ അതിന് മുൻപ് തന്നെയൊക്കെ ശിവരാമൻ നായർ, രാമൻകുട്ടി ഭാഗവതർ, ആദ്യത്തെ ഗുരു എൻ്റെ കുഞ്ഞമ്പേലു ആശാനായിരുന്നു. കുഞ്ഞമ്പേലു ആശാൻ കഴിഞ്ഞ ഒരു ജോസഫ് സാർ വന്നിരുന്നു, PJ ജോസഫ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് പഠിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശിവരാമൻ നായർ മാഷിൻ്റെ അടുത്ത് പോയത്. അത് TDM ഹാളിൻ്റെ പുറകിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കലാലയം. അവിടെ കുറച്ച് കാലം പഠിച്ചു. അതിനുശേഷമാണ് SSLC ഇതായിട്ട് ഞാൻ നേരെ മ്യൂസിക് അക്കാഡമി പോയത്. അവിടെ 4 വർഷത്തെ കോഴ്സ് ഒരു 3 വർഷം കൊണ്ട് ഇത്രയൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് അവർ 1 വർഷം വിട്ടു തന്നു. ശരി. അന്ന് ഡിഗ്രി ഒന്നുമില്ല, ഗാനഭൂഷണം ഇതാണ്, ഡിപ്ലോമയാണ്. അത് കഴിഞ്ഞിട്ട് സംഗീത വിദ്വാൻ എന്നുള്ള കോഴ്സിന് വേണ്ടി തിരുവനന്തപുരത്ത് പോയി. അവിടെയാണ് ചെമ്മാങ്കുടി സ്വാമിയായിട്ട് 1 വർഷം കഴിഞ്ഞുവിടാനുള്ള ഭാഗ്യം കിട്ടി. അദ്ദേഹമാണ് പഠിപ്പിക്കുന്നത് ഹയർ സ്റ്റഡീസിലൊക്കെ. അപ്പോൾ അങ്ങനെ 1 വർഷം കഷ്ടിച്ച് തള്ളിപ്പോയി. എപ്പോഴും താമസിക്കാനും ഭക്ഷണത്തിനൊക്കെ ഈ തിരുവനന്തപുരത്തുള്ള വിഷമത കൊണ്ട് ഞാനിപ്പോൾ അതൊക്കെ അറിയാതെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ സ്വാമിയുടെ കാർഡ് ഷെഡിലോട്ട് പ്രവേശിച്ചു, അദ്ദേഹത്തിന് അനുവാദം ഇല്ലാണ്ട്. അങ്ങനെ അവിടെ അങ്ങനെ കൂടി കാറൊക്കെ തുടയ്ക്കുക. അപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല അതിനെപ്പറ്റി, ആരാണ് പുതിയതെന്നൊന്നും ചോദിച്ചില്ല. അദ്ദേഹത്തിന് മനസ്സിലായി കാണും. അപ്പോൾ മിക്കവാറും ആ പയ്യനും പറഞ്ഞു കാണും വിഷമതകളുണ്ടായിരിക്കാം എന്നുള്ളത്. അങ്ങനെ അവിടെ നിൽക്കും. അവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത്. ഇപ്പോൾ രാധാകൃഷ്ണൻ്റെ വീടിൻ്റെ മൂലയ്ക്ക് അവിടെ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ ദേവി എന്നെ ശരിക്കും ഒന്ന് അനുഗ്രഹിച്ചു എന്ന് തോന്നുന്നു. അത് സാധാരണ അങ്ങനെയാണ് പറയാറ് തമിഴ്നാട്ടിൽ. ചിക്കൻ ബോക്സ് പോലെ വന്നു. ശരി. അത് കഴിഞ്ഞ് നേരെ സ്വാമി പറഞ്ഞു, ഇങ്ങനെ പോയി നീ വീട്ടിൽ പോയിട്ടൊക്കെ ശരിയായിട്ടൊക്കെ വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം അദ്ദേഹം പറഞ്ഞു അത് അവന് നല്ല ഭാഗ്യം കിട്ടിയെന്ന് തോന്നുന്നു, ദേവി അനുഗ്രഹിച്ചു എന്ന് തോന്നുന്നു. അതിനുശേഷം എനിക്ക് തിരിച്ചു വരാനൊത്തില്ല ഇങ്ങോട്ട്. അപ്പോൾ ഒരു കാര്യം ഞാൻ സന്തോഷിക്കുന്നത്, ഞാനിപ്പോഴും വിദ്വാനല്ല. വിദ്വാൻ കോഴ്സിനാണല്ലോ പോയത്, അത് പാസ്സായില്ല. അത് പാസ്സാകാനൊക്കെ അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ വിദ്വാനാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്വാനായിട്ടില്ല. ഇല്ല. ഇതുപോലെ തന്നെ എറണാകുളത്തൊരു ഇതിന് ഞാനും ML വസന്തകുമാരിയാണ് അമ്മയാണ്, അവരാണ് ജഡ്ജ്. അപ്പോൾ തൃശ്ശൂർ രാമേന്ദ്രനും ഞാനും ഫൈനലിൽ വന്നു. ഞാൻ ഭൈരവി പാടി, അദ്ദേഹം വേറെ എന്തൊക്കെ പാടി. സെക്കൻഡ് പ്രൈസ് എനിക്ക് കിട്ടി, അദ്ദേഹത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അല്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം എന്തെങ്കിലും കിട്ടിയല്ലോ. സെക്കൻഡ് പ്രൈസ് കിട്ടിയ വെള്ളി പാത്രം ഇന്ന് ആനവാതുക്കൽ കൊച്ചിയിലുള്ള അവിടെ കുറേ സ്കൂളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഇത് കുങ്ങണികളുടെ സ്കൂളുകളൊക്കെ ഉണ്ട്. ആ സ്കൂളിൻ്റെ അടുത്തൊരു കൂട്ടുകാരൻ്റെ അടുത്ത് ഫാദർ കൊടുത്തിട്ട് കഴിഞ്ഞ വർഷമാണ് അത് എന്നോട് അറിയിക്കുന്ന ഒരാൾ. ഞങ്ങളുടെ അവിടെ വീട്ടിലുണ്ടായിരുന്ന വിഷമതകൾ കൊണ്ട് അച്ഛൻ പറഞ്ഞു, ഇത് ആർക്കും കൊടുക്കരുത്, അവൻ ആദ്യം കിട്ടിയൊരു പ്രൈസാണ്, എന്നെങ്കിലും അവനത് തിരിച്ചു വന്ന് വാങ്ങിക്കും. ആ സത്യവും ധർമ്മമുള്ള അയാൾ അത് വെച്ച് ഇപ്പോഴും പൂജിക്കുകയാണ്. കൃഷ്ണൻ്റെ അവിടെ വെച്ച് പൂജിക്കുന്ന പാത്രമാണത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനിതിപ്പോൾ തരാൻ തയ്യാറാണ്, പക്ഷേ ഞാൻ ഒരുപാട് കാലം പൂജിച്ചാണ്, ഇനി ഞാൻ പറഞ്ഞു അത് എനിക്ക് തരണമെന്നില്ല, ഞാൻ വളരെ സന്തോഷിക്കുന്നു. തിരിച്ച് ദാസേട്ടനെ കിട്ടുന്നതിനേക്കാളും നമുക്ക് എന്ത് സന്തോഷമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല അത് തരണം, എനിക്കൊരു കടമയുണ്ട്, എൻ്റെ മക്കൾ ഇത് ചിലപ്പോൾ അത്രയും പ്രാധാന്യം ഇതിന് കൊടുത്തില്ലെന്ന് വരും, ചിലപ്പോൾ അവർ വിറ്റെന്ന് വരും. ഞാൻ അദ്ദേഹത്തിനോട് കൊടുത്ത വാക്ക് ഞാൻ ഇപ്പോഴും പാലിക്കും. അതുകൊണ്ട് മോൻ അതേ തൂക്കത്തിലുള്ള ഒരു പാത്രം എനിക്ക് ഉണ്ടാക്കി തന്നാൽ ഞാനിതങ്ങ് തയ്ച്ചു. അങ്ങനെ ഒരു കണ്ടീഷനിലിരിക്കുകയാണ്. ഞാൻ പാത്രം ഉണ്ടാക്കി എറണാകുളത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്, ഇനി അതുകൊണ്ട് കൊടുക്കണം, മറ്റേത് വാങ്ങിക്കണം. ഈ പഠനകാലം കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ദാസേട്ടാ സിനിമയിലേക്കുള്ളൊരു മോഹം വരുന്നത്? സിനിമയിൽ പാടണം മോഹമല്ലല്ലോ എനിക്ക്. ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് KS ആൻ്റണിയും വൈക്കം ചന്ദ്രൻ, ഇവിടെയൊക്കെയാണ് ഒരു മഹത്തുക്കളെയൊക്കെ നമ്മൾ കാണേണ്ടത്. വൈക്കം ചന്ദ്രൻ അന്ന് ചെറുപ്പമാണ്, ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു 35 വയസ്സ് 30 വയസ്സൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് 20 വയസ്സായിട്ടില്ല, 20 വയസ്സ് താഴെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വാസ്തവത്തിൽ ആ പടത്തിൽ പാടാം. എന്നിട്ട് എന്നെ വന്ന് റെക്കമെൻഡ് ചെയ്തിട്ട് ചെയ്യണം അദ്ദേഹം, വൈക്കം ചന്ദ്രൻ. ഈ കാൽപ്പാടുകൾ എന്ന പടത്തിന് വേണ്ടിയിട്ട് KS ആൻ്റണിയും കൊണ്ട് ഞാൻ എൻ്റെ ഒരു ചെറിയ റൂമിൽ ഞാൻ താമസിക്കുക തൃപ്പൂണിത്തുറയിൽ. അത് എൻ്റെ റൂമല്ല, ചന്ദ്രോത്ഭവൻ്റെ, എൻ്റെ ചേർത്തലയിലുള്ള ചന്ദ്രോത്ഭവൻ്റെ റൂമാണ്. അതിൽ ഞാൻ പതുക്കെ കൂടിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി കയറി വന്നു. അത് നിർത്തണ്ട പാടിക്കുമെന്ന് പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞു അത് നടക്കും.
അപ്പോൾ ഉടനെ പറഞ്ഞില്ല, ഇദ്ദേഹം പ്രൊഡ്യൂസർ കെ എസ് ആൻ്റണിയാണ്, ഡയറക്ടർ കെ എസ് ആൻ്റണിയാണ്, മോൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്കൊരു ചാൻസ് തരും എന്ന് പറഞ്ഞു. അങ്ങനെ ആട്ടെ, ഞാനൊന്നും പ്രതീക്ഷിക്കാത്ത കാര്യം. അപ്പോൾ ഇതൊരു പെട്ടെന്ന് കണ്ട് അങ്ങനെ ഞാനിങ്ങനെ അന്താളിച്ചുമില്ല, കാരണം ഇത് എന്താണെന്ന് അറിയില്ല എനിക്ക്, ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാണ് ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്ന് ട്രിവാൻഡ്രത്ത് വരുന്നത്. അവിടെയും കെ എസ് ആൻ്റണി വന്ന് എല്ലാം റെഡി ആയിട്ടുണ്ട് കൂട്ട, വരണം കേട്ടോ, ഞാൻ വിളിക്കാം എന്ന്. ഓ, അങ്ങനെയാണ് ഈ 1 വർഷം കഴിഞ്ഞ് തിരിച്ചങ്ങ് പോയത്. തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഒരു കമ്പി വന്നു, പുറപ്പെട്ട് വരണമെന്ന്. തങ്ങൾ, എനിക്ക് മറക്കാൻ പറ്റാത്തൊരു തങ്ങളുണ്ട് കൊച്ചിയിൽ. തങ്ങൾ പണമൊന്നുള്ള ആളല്ല, ഞാൻ അയാളെ പോലെയൊക്കെ തന്നെയൊക്കെ അങ്ങനെയൊക്കെ. അപ്പോൾ പെട്ടെന്ന് ഞാനും തങ്ങളും ഒരു ടാക്സി ഡ്രൈവർ മത്തായി ഉണ്ട്, അദ്ദേഹം ഞങ്ങൾ കൂട്ടുകാരാണ്, ടാക്സി ഡ്രൈവർ എന്ന് പറഞ്ഞ് മാറ്റുകയല്ല, കൂട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ തൊഴിൽ, നമുക്ക് ജോലിയില്ല, നമുക്ക് അന്ന് ജോലിയൊന്നുമില്ല. അപ്പോൾ ഉടനെ ഈ വിവരം കിട്ടിയപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി ഞങ്ങൾ, ഞാനും തങ്ങളും. മത്തായി വന്ന് വണ്ടിയും കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ട്രെയിൻ മദ്രാസിലേക്ക് വിടുകയല്ലേ. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറകിലിരുന്നുകൊണ്ട് ഇങ്ങനെ ഗുണമെന്ന് പറഞ്ഞപ്പോൾ, എന്താണ് രണ്ടും കൂടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളാണേ, ഇച്ചിരിയൊക്കെ തന്നെയൊക്കെ അടിക്കും. എന്താണ് നിങ്ങൾ രണ്ടും കൂടി എന്താ കുമ്പസാരിക്കണമെന്നൊക്കെ പറഞ്ഞില്ല. തങ്ങൾ പറഞ്ഞത് പോകാൻ ടിക്കറ്റ് എടുക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ എന്തിനാ എന്നെ ബുദ്ധിമുട്ടിച്ചതെന്ന് പറഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു. അങ്ങനെയാണ്, എന്തോ ഒരു 10-16 രൂപയോ 17 രൂപ എന്തോ, അന്ന് 11 രൂപ എന്തോ ഒക്കെയാണ്. എന്നാൽ ടിക്കറ്റ് വളരെ കുറവാണ്. അതും കഴിഞ്ഞാൽ ബാക്കി ആവശ്യം വെച്ചിട്ടാണ് ഞാൻ മദ്രാസിൽ പോകുന്നത്. അപ്പോൾ ആകെ അന്ന് മുതലേ ഉള്ള കടം ഇത്രയേ ഉള്ളൂ, പിന്നെയൊക്കെ ദൈവം നിന്ന് ബോണസാണ്. മദ്രാസിൽ എന്നിട്ട് കുറേ നാൾ അവിടെ നിൽക്കേണ്ടി വന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആണ് ഈ വിധി എന്ന് പറയുന്നതിന് ഞാൻ പാടേണ്ട പാട്ട് എന്തായിരുന്നു എന്ന് വെച്ചാൽ, അന്ന് ശാന്താപ്പി നായരുമായിട്ട് ഞാനൊരു പാട്ട്, അതിൽ ചേച്ചിയായിട്ടൊരു പാട്ട് പാടി. കാണുമ്പോൾ ഞാനൊരു കാരിരുമ്പ്, അത് ഇത് ബഹദൂർക്കായ്ക്ക് വേണ്ടിയിട്ടാണ്. കാണുമ്പോൾ ഞാനൊരു കാരിരുമ്പ്, കയ്യു പിടിച്ചാലോ പൂങ്കരിമ്പ് എന്ന് പറഞ്ഞിട്ടാണ് പാട്ട് പാടേണ്ടത്. ഇത് റിഹേഴ്സലൊക്കെ ചെയ്ത് റെഡിയായി, നമ്മൾ റെഡി. ഫസ്റ്റ് സോങ് അല്ലേ, റിഹേഴ്സലൊക്കെ കഴിഞ്ഞു. കുറേ കഴിഞ്ഞപ്പോഴാണ് ഒരു പനി പെട്ടെന്ന് പിടിച്ചു. പനി പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു സംശയം, ഇനി നന്നാവുമോ, തൊണ്ടൊക്കെ പോയി. അതിൻ്റെയൊക്കെ പിന്നത്തെ ചരിത്രമൊക്കെ പിന്നെയാണ് ആൻ്റണി പറയണത്. കാരണം പലതും നടക്കുമല്ലോ ഈ സിനിമ ഫീൽഡിൽ, അറിയാമല്ലോ, സിദ്ദിഖിക്ക് അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ എത്ര സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ അവരവരുടെ കാര്യത്തിനെടുക്കുമ്പോഴേക്കും മാറും സംഗതിയൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞിങ്ങനെ, അപ്പോൾ ഒരു 4 വരി മോനെ ആദ്യം പാടും, അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ പാട്ട് പിന്നെ എടുക്കാം എന്നൊക്കെ. ഓ ശരി, പറ്റൂല എന്ന് പറയാനുമല്ലോ. അപ്പോൾ അങ്ങനെ ചെമ്പിയസ് സാറ് ആ വരികൾ എനിക്ക് പറഞ്ഞു തന്നു. യേശു ഓരോ നല്ല ടേക്ക് കൊടുക്കൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളം അങ്ങനെ അദ്ദേഹം പറയും, ഭയങ്കരമായിട്ടൊരു ഇതായിട്ട് പറഞ്ഞു. ഒരു നല്ല റിഹേഴ്സൽ കൊടുക്കൂ. അതായത് എന്നെ അത് നന്നായി. ഒരു ആദ്യമായിട്ടൊരു കുട്ടി പാടുമ്പോൾ നമ്മൾ വല്ലാതെ അവരെ വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളതും കൂടി പോകാതിരിക്കാൻ വേണ്ടിയായിരിക്കും, അത് സൈക്കോളജിക്കലി ഇത് പറഞ്ഞായിരിക്കാം. നല്ലൊരു റിഹേഴ്സൽ തരൂ, എന്നിട്ട് നമുക്ക് ടേക്ക് എടുക്കാം എന്താ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓ, അപ്പോൾ ഞാൻ പാടിയത് ഇതാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഓ, റിഹേഴ്സൽ കഴിഞ്ഞു. അകത്തു കയറൂ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു പോക്കടിയായി. കേട്ട് എന്താണ് ഇനിയിപ്പോൾ അടുത്തെന്താ പറയാൻ പോകണമെന്നുള്ളതിൽ ഞാൻ നിൽക്കണേ. അപ്പോൾ ഇദ്ദേഹം കോട്ടീശ്വറാവിനോട്, എഞ്ചിനീയർ, ഏറ്റവും വലിയ എഞ്ചിനീയർ, ഭരണി സ്റ്റുഡിയോയിൽ എപ്പടി വോയിസ് പറ്റി ചൊല്ലുങ്കോ, 10 വർഷം കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ തമിഴും വലിയ പിടി എന്താണെന്ന് കിട്ടിപ്പോയി. അപ്പോൾ ഇനി 10 വർഷം കഴിഞ്ഞ് വരാനായിരിക്കും പറയണമെന്ന് ഞാൻ ധരിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് 10 വർഷം ഞാൻ ഗ്യാരണ്ടി ചെയ്തതാണെന്ന്. ശരി, നമുക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ എന്താണ് ഇതിനേക്കാൾ ഉപരിയായിട്ടുള്ള കാര്യം, അവിടെ ഈ കാണുമ്പോൾ ഞാനുള്ളത് മോശമുള്ള പാട്ടെല്ലാം പാട്ട് തന്നെ. പക്ഷേ ദൈവഹിതം എന്തെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പാട്ട് പാടി തുടങ്ങണമെന്നല്ല. അതിനു വേണ്ടിയിട്ടൊരു പനിയും, അതിനു വേണ്ടിയിട്ട് അവരുടെ മനസ്സിലൊരു വേണ്ടാത്തൊരു ചിന്തയും തീരുമാനങ്ങൾ മാറാനും അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ബാബുരാജ് ആദ്യം മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചു,
ഒരു ആനക്കാര, അത് സത്യം മാഷ ആനപ്പുറത്തൊക്കെ വന്നിങ്ങനെ പാടുന്നതായിട്ട് അവസാന ഒരു സീൻ. പിന്നെയാണ് ഭാര്യ. അത് അതിൽ എനിക്ക് അങ്ങേയറ്റം ദേവരാജ മാഷുണ്ട്, അതിനുപരിയായിട്ട് വയലാറിൻ്റെ റെക്കമെൻഡേഷനാണ്. പിന്നീട് അതിനുശേഷമാണ് കണ്ണുനീർ മുത്തുമായി അതെല്ലാം അത് കഴിഞ്ഞു, ഒരുപാട് കഴിഞ്ഞു.